CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ് ആലുക്കാസിൽ മാത്രം. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി CPIM ഏരിയ പരിധിയിലുള്ള നഗരസഭയിലും 5 ഗ്രാമപഞ്ചായത്തുകളിലും അധികാരത്തിലെത്തിയ LDF. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ചെർപ്പുളശ്ശേരി നഗരസഭയിലും കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട വല്ലപ്പുഴ പഞ്ചായത്തിലും ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാനായി. ദേശീയപാത 966 നാട്ടുകൽ അണ്ണാൻതൊടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. 25ഓളം പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. ചെർപ്പുളശ്ശേരി ഏരിയ പരിധിയിലുള്ള നഗരസഭയിലും 5 ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷം അധികാരത്തിലെത്തി. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ചെർപ്പുളശ്ശേരി നഗരസഭയും കുലുക്കല്ലൂർ പഞ്ചായത്തും കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട വല്ലപ്പുഴ പഞ്ചായത്തും ഇത്തവണ തിരിച്ചുപിടിക്കാനായി. ചെർപ്പുളശ്ശേരി ഏരിയ പരിധിയിലുള്ള നഗരസഭയിലും 5 ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷം അധികാരത്തിലെത്തി. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ചെർപ്പുളശ്ശേരി നഗരസഭയും കുലുക്കല്ലൂർ പഞ്ചായത്തും കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട വല്ലപ്പുഴ പഞ്ചായത്തും ഇത്തവണ തിരിച്ചുപിടിക്കാനായി. നിലവിൽ അധികാരത്തിലുണ്ടായിരുന്ന ചെളവറ, തൃക്കിടീരി, നെല്ലായ പഞ്ചായത്തുകൾ മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്താനും കഴിഞ്ഞു. 2015 UDF വിജയിച്ച നെല്ലായ, വല്ലപ്പുഴ, കുലുക്കല്ലൂർ ബ്ലോക്ക് ഡിവിഷനുകൾ ഇത്തവണ പിടിച്ചെടുക്കാനും ചെളവറ ജില്ലാ ഡിവിഷൻ ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കാനും കഴിഞ്ഞു. 22 വയസ്സുകാരനായ വിദ്യാർത്ഥി മുതൽ അനുഭവ സമ്പത്തിന്റെ കരുത്തുള്ള പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഭരണത്തിനു നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. ദേശീയപാത 966 നാട്ടുകൽ അണ്ണാൻതൊടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. 25ഓളം പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം. ദേശീയപാത 966 നാട്ടുകൽ അണ്ണാൻതൊടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാർട്ട് ടൈം ജോലിക്കാരനടക്കം 25ഓളം പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ സീറ്റിലിരുന്നിരുന്ന യാത്രക്കാർക്ക് സീറ്റിന്റെ കമ്പിയിലും മറ്റും ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസും പാലക്കാട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് അപകടം. KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വരികയായിരുന്ന സ്വകാര്യ ബസിൽ ഇടിക്കുകയായിരുന്നു. ചെറിയ ചാറ്റൽ മഴയും പുതുതായി റബ്ബറൈസ് ചെയ്ത റോഡുമാണ് അപകടത്തിന് ആക്കം കൂട്ടിയത്. സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് നാട്ടുകൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പരിക്കുപറ്റിയവരെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. CCN ചെത്തല്ലൂർ. ചെർപ്പുളശ്ശേരി ഏരിയ പരിധിയിലുള്ള നഗരസഭയിലും 5 ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷം അധികാരത്തിലെത്തി. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ചെർപ്പുളശ്ശേരി നഗരസഭയും കുലുക്കല്ലൂർ പഞ്ചായത്തും കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട വല്ലപ്പുഴ പഞ്ചായത്തും ഇത്തവണ തിരിച്ചുപിടിക്കാനായി. പുതുവത്സര ദിനത്തിൽ ചെർപ്പുളശ്ശേരി PS പരിധിയിൽ പോലീസ് അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ച് DJ പാർട്ടികൾ, ഗാനമേളകൾ, മറ്റു കലാപരിപാടികൾ നടത്തിയാൽ പ്രസ്തുത സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുകയും കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി മദ്യപിച്ച് വാഹനമോടിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നതും കുറ്റകരമാണ്. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കർശനമായ വാഹന പരിശോധനകൾ നടത്തുന്നതാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും പോലീസ് നടപടിയിൽ സഹകരിക്കണമെന്നും ചെർപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ PM ഗോപകുമാർ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. പുതുവർഷം പിറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അറിയിക്കേണ്ട തിരക്കിലാണ് തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് SVIUP സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകർ. കോവിഡ് കാരണം സ്കൂളുകൾ അടച്ചിട്ടതോടെ നേരിട്ട് ആശംസകൾ അറിയിക്കുന്ന പതിവ് ഇത്തവണ ഇല്ലാതായി പോയതാണ് ഇത്തരമൊരു കാർഡിലൂടെ ആശംസ അറിയിക്കുവാൻ അധ്യാപകർ തയ്യാറായത്. സ്കൂൾ തുറക്കാനും വിദ്യാർത്ഥികളെ നേരിട്ട് കാണാനും കഴിയാതായതോടെ ആശംസാ കാർഡുകൾ വീട്ടിലേക്ക് അയച്ചാണ് അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് പുതുവത്സരാശംസകൾ നേരുന്നത്. എല്ലാ വർഷവും സ്കൂളുകളിൽ കേക്ക് മുറിച്ചും ആശംസാ കാർഡ് അറിയിച്ചുമൊക്കെയാണ് പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ 9 മാസമായി വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയിട്ട് ഇനി എപ്പോഴാണ് ചെറിയ ക്ലാസുകൾ സാധാരണ നിലയിലാകുമെന്ന് അറിയില്ല. സ്കൂളിലെ 7ാം ക്ലാസ് വരെയുള്ള അധ്യാപകർ
അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് കാർഡിൽ ആശംസകൾ എഴുതി തപാലിലൂടെ അയക്കുന്നത്. മൊബൈൽ സാങ്കേതിക വിദ്യ വന്നതോടുകൂടി കത്തുകളുടെ വരവ് കുറഞ്ഞതോടെ കുട്ടികളുടെ കയ്യിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കാർഡ് പുതിയൊരു അനുഭവമായിരിക്കുമെന്നാണ് അധ്യാപകർ വിലയിരുത്തുന്നത്. പ്രധാന അധ്യാപിക എൻ ജയലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സ്കൂളിലെ മറ്റ് അധ്യാപകരുടെ കൂട്ടായ്മയിൽ നിന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡ് എന്ന മഹാമാരി കാരണം വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പുതുവർഷാശംസാ കാർഡുകൾ തയ്യാറാക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് കുണ്ടൂർക്കുന്ന് VPAUP സ്കൂളിലെ അധ്യാപകർ. ഏകദേശം 1400ഓളം കുട്ടികൾക്ക് അധ്യാപകർ സ്വന്തം കൈപ്പടയിൽ ആശംസാ കാർഡുകൾ തയ്യാറാക്കുന്നു. ഇത് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പുതുവർഷ ആശംസകൾ നേരുന്നതോടൊപ്പം സന്തോഷവും നൽകുമെന്ന് ഞങ്ങൾ കരുതുന്നു. സ്കൂൾ മാനേജർ TM അനുജൻ പരിപാടിയിൽ സംബന്ധിച്ചു. CCN ചെത്തല്ലൂർ. കരിങ്കലത്താണിയിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൺവെൻഷൻ നടന്നു. തച്ചനാട്ടുകര, താഴേക്കോട്, ആലിപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലെ വെൽഫെയർ പാർട്ടി അംഗങ്ങളുടെ കൺവെൻഷനാണ് നടന്നത്. പക്ഷെ അവിടെ ഒരു കുടുംബം വെൽഫെയർ പാർട്ടിയുടെ മോയിൻകുട്ടിയാക്ക എന്ന് പറയുന്ന ഒരാളുടെ കുടുംബം കഴിഞ്ഞ 3 വർഷമായി കൃത്യമായി വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആ പാർട്ടി അടയാളപ്പെടുത്തിക്കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ കാര്യങ്ങളോടുകൂടി അവിടെ ഓരോ വോട്ടർമാരെയും കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ കൂടെ കൊണ്ടുപോയി വർക്ക് ചെയ്ത് പോയിട്ടേക്ക്. ഈ ഇലക്ഷനിൽ നമ്മൾ മത്സരിച്ചു. ലീഗ് ഏത് രീതിയിലും ജയിച്ചു പോകും. ലീഗിൽ ഒരു പ്രയാസത്തിക്കാരുണ്ടായിട്ടില്ല. പക്ഷേ മോയിന്റെയൊക്കെ പ്രാവശ്യം മത്സരിച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കണം, വെറും 2 കുടുംബം, അതിന് 11 വോട്ട്. പക്ഷേ ലീഗായിട്ട് നമ്മൾ മത്സരിച്ച് ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ആ വാർഡിൽ നേടിയിട്ടുള്ളത് 417 വോട്ട്. തച്ചനാട്ടുകര, താഴേക്കോട്, ആലിപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലെ വെൽഫെയർ പാർട്ടി അംഗങ്ങളുടെ കൺവെൻഷനാണ് നടന്നത്. ജില്ലാ സെക്രട്ടറി സനൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഒറ്റപ്പാലം നിയോജക മണ്ഡലം വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് K. മൂസ അധ്യക്ഷത വഹിച്ചു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് PK ഹൈദർ സ്വാഗതം പറഞ്ഞു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ K. മൂസയും താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ P. ഹൈദറും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അവലോകനം നടത്തി. P. അബ്ദുൾ റസാഖ്, ഹഫ്സ ടീച്ചർ എന്നിവർ തിരഞ്ഞെടുപ്പ് അനുഭവം പങ്കുവച്ചു. എടപ്പാൾ പഞ്ചായത്ത് അംഗം മുനീറ പൊന്നത്തിന് ആയിഷ ബീഗം ഉപഹാര സമർപ്പണം നടത്തി. തച്ചനാട്ടുകര, താഴേക്കോട് പഞ്ചായത്തുകളിലെ ഫ്രറ്റേണിറ്റി പ്രതിനിധികളായ K. ഷാമിൽ, മുഹമ്മദ് റോഷൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. MK ഷമീർ, PK മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. CCN ചെത്തല്ലൂർ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി ഉമ്മു സൽമ പ്രസിഡന്റായി സ്ഥാനമേറ്റു. കോൺഗ്രസിലെ ചെറൂട്ടി മുഹമ്മദ് വൈസ് പ്രസിഡന്റായി. ആകെയുള്ള 17 ഡിവിഷനിൽ നിന്നും UDFന് 12 സീറ്റും LDFന് 5 സീറ്റുമാണ് ലഭിച്ചിരുന്നത്. രാവിലെ 11 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു തിരഞ്ഞെടുപ്പ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFന്റെ ഉമ്മു സൽമയും LDFന്റെ രമാ സുകുമാരനുമാണ് മത്സരിച്ചിരുന്നത്. UDFലെ ഉമ്മു സൽമ 5 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. തുടർന്ന് വരണാധികാരിക്ക് മുമ്പിൽ സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് CK ഉമ്മു സൽമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDFലെ ചെറുട്ടി മുഹമ്മദും LDFലെ സലീമുമാണ് മത്സരിച്ചിരുന്നത്. 5 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ചെറുട്ടി മുഹമ്മദ് സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റു. വരണാധികാരി DFO KK സുനിൽകുമാറായിരുന്നു തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിരുന്നത്. CCN മണ്ണാർക്കാട്. തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കുട്ടികൾ താരങ്ങളായി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട KPM സലീമിനെ സ്വീകരിക്കാൻ പൂച്ചെണ്ടുകളുമായാണ് 2 കൊച്ചു പെൺകുട്ടികൾ എത്തിയത്.
തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KPM സലീമിനെ സ്വീകരിക്കാനാണ് പൂച്ചെണ്ടുകളുമായി 2 കൊച്ചു പെൺകുട്ടികൾ എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തോറ്റാലും ജയിച്ചാലും ചാമപ്പറമ്പിലെ പാവപ്പെട്ട കുട്ടികളായ വൈഗയ്ക്കും ശിഖയ്ക്കും വീട് നിർമ്മിച്ചു നൽകാമെന്ന് സലീം വാക്കു നൽകുകയും ജയിച്ച ഉടൻ ലീഗിന്റെ കാരുണ്യഭവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കായി വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമായി സലീമിനെ എതിരേറ്റത് ബൊക്കയുമായി ഈ 2 കുട്ടികളായിരുന്നു. തന്റെ ആദ്യ മധുരം കുട്ടികൾക്ക് നൽകി അവരെ ചേർത്ത് നിർത്തുമ്പോൾ ഇരു കൂട്ടരുടെയും കണ്ണുകളും നിറഞ്ഞിരുന്നു. CCN ചെത്തല്ലൂർ. ജീവസ്പർശം പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബ് ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഫിംഗർ പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബിന്റെ ചാർട്ടർ പ്രസിഡന്റും മുൻ സോൺ ചെയർമാനുമായ AK ഹരിദാസിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി S ഏറ്റുവാങ്ങി. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ഭാസ്കർ പെരുമ്പിലാവിൽ, ട്രഷറർ പുനത്തിൽ ജയകൃഷ്ണൻ, ഡയറക്ടർ കലസിയിൽ സന്തോഷ്, ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് നഴ്സ് AP ജയന്തി, ഇന്ദു, KV ശാന്തകുമാരി തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മഞ്ചേരി ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ബെന്നി ജോർജ്, സുരേഷ് MK തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P ജയകൃഷ്ണൻ സ്വാഗതവും സീനിയർ ക്ലർക്ക് V ശിവാനന്ദൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. പുതുവത്സരത്തിൽ പുതുജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് പട്ടിക്കാട് സ്വദേശിയായ 64 വയസ്സുകാരി തങ്കമ്മ. എല്ലു തേയ്മാനം മൂലം തളർന്നുപോയ തങ്കമ്മയ്ക്ക് ആയുർവേദ ചികിത്സയിലൂടെ പുതുജീവൻ നൽകിയിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ. പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശിയായ സുധാകരന്റെ ഭാര്യ തങ്കമ്മയാണ് 3 മാസങ്ങൾക്ക് മുൻപ് എല്ലു തേയ്മാനം മൂലം ശരീരം തളർന്നു പോകുന്ന അവസ്ഥയുമായി പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിൽ എത്തിയത്. ആരോഗ്യവകുപ്പിൽ നിന്നും ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറായി വിരമിച്ച വ്യക്തിയാണ് തങ്കമ്മ. ഒരുപാട് ചികിത്സകൾ നടത്തിയെങ്കിലും അതിൽ നിന്നൊന്നും തന്നെ യാതൊരു കുറവും തങ്കമ്മയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ആശുപത്രിയിൽ എത്തുകയും ഡോക്ടർ കൃഷ്ണദാസിന്റെയും ഷീബ കൃഷ്ണദാസിന്റെയും നേതൃത്വത്തിൽ ആയുർവേദ ചികിത്സ ആരംഭിക്കുകയും ചെയ്തത്. 3 മാസത്തെ ചിട്ടയായ ആയുർവേദ ചികിത്സകൾക്കൊടുവിൽ പുതുജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഇപ്പോൾ തങ്കമ്മ. വരുന്ന സമയം എനിക്ക് തീരെ നടക്കാൻ വയ്യ അവശതയിലായിരുന്നു. വളഞ്ഞു പോവുക, നടക്കുമ്പോൾ തീരെ നടക്കാൻ വയ്യ. വലത് കാല് ഒരു കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർ 1 മാസം ഇവിടെ ചികിത്സിക്കണം എന്ന് പറഞ്ഞു. ഇത് മാറുന്നുള്ള ഉറപ്പും തന്നെ. അതുകൊണ്ട് മനസ്സിന് തന്നെ ആദ്യം തന്നെ ഒരു സമാധാനം കിട്ടും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അഡ്മിറ്റിനായി വന്നു. അവിടെ നിന്നാണ് ചികിത്സ തുടങ്ങിയത്. ചികിത്സ തുടങ്ങിയിട്ട് 3 മാസം തികച്ചാകുന്നുണ്ട്. ഇപ്പം എനിക്ക് നന്നായി നടക്കാനും എല്ലാറ്റിനും നല്ല സുഖമുള്ളതായിട്ടാണ് തോന്നുന്നത്. തങ്കമ്മയ്ക്ക് ഇപ്പോൾ അനായാസം നടക്കാനും ജീവിതചര്യകൾ പരസഹായമില്ലാതെ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മളെ വക എത്ര ചെയ്താലും മനസ്സിന് സുഖം തോന്നില്ല. പിന്നെ ഞങ്ങളെ ഡോക്ടേഴ്സാണ്. അവരും ഞങ്ങളും കൂട്ടുകാരെ പോലെയാണ് ഇവിടെ ഡോക്ടർ. പെരിന്തൽമണ്ണയിലെ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചികിത്സകളോട് പൂർണ്ണമായും സഹകരിച്ചതുകൊണ്ടാണ് തങ്കമ്മയുടെ അസുഖം പെട്ടെന്ന് സുഖപ്പെടാൻ കാരണമായതെന്നും ഡോക്ടർ കൃഷ്ണദാസ് പറയുന്നു. അമൃതത്തിലെ ചികിത്സാ രീതികൾ യോഗ പരിശീലനവും നല്ല നാച്ചുറൽ പോണ്ട്, അതായത് പ്രകൃതിദത്തമായ നീരുറവ, അമൃതം പോയിക്കയിലെ നീന്തലും ഇതൊക്കെയാണ്. അപ്പോൾ ഒരു 64 വയസ്സ് ആയിട്ടുള്ള തങ്കമ്മ ചേച്ചിയുടെ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതൊക്കെ അനുസരിക്കുമോ. പക്ഷെ അവരെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഔഷധങ്ങൾ, അവളുടെ ചികിത്സ, യോഗ പരിശീലനം, നീന്തൽ എല്ലാം വളരെ കൃത്യതയോടെ നിർവഹിക്കുകയും ഓരോ ദിവസം തോറും തങ്കമ്മ ചേച്ചിയുടെ നടത്തത്തിൽ, തങ്കമ്മ ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് അറിയാം നടക്കാൻ വഹിച്ചിരുന്നില്ല. 30 ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായതുകൊണ്ട് ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ് തുടർന്നുണ്ടാവുക എന്നറിയാമായിരുന്നു. കാരണം നമ്മൾ വീഴ്ച സംഭവിക്കും, എല്ലുകൾ പൊട്ടാം, അല്ലെങ്കിൽ തല എവിടെയെങ്കിലും ഇടിക്കാം, ബെഡ് റിഡൺ ആവാം, അങ്ങനെ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് 30 പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു വാശി അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചികിത്സ അവർ നന്നായി അനുസരിച്ചു. അതിൻ്റെ ഫലം, റിസൾട്ട് വിസ്മയകരമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങൾ പ്രത്യേകം ഈ തങ്കമ്മ ചേച്ചിയുടെ ഒരു ചികിത്സാ അനുഭവം പൊതുജനങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം അതാണ്. നമ്മൾ ശരിയായ രീതിയിൽ ആയുർവേദ ചികിത്സ ചെയ്യുക, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ജീവിത ശൈലി നമ്മൾ അനുവർത്തിക്കുകയും ചെയ്താൽ
ഏത് മാറില്ല എന്ന് വിശ്വസിക്കുന്ന, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രോഗാവസ്ഥകളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. ഇത്തരം അസുഖങ്ങളുള്ള ഒട്ടനവധി പേരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അമൃതം ആയുർവേദ ഹോസ്പിറ്റലിന് ആയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃതം ആയുർവേദ ആശുപത്രി ആയുർവേദ ചികിത്സാ രംഗത്ത് വേറിട്ട മാതൃകയാണെന്നും സമൂഹത്തിൽ ഒട്ടനവധി പേർക്ക് സാന്ത്വനമേകാൻ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും സാമൂഹ്യാരോഗ്യ പ്രവർത്തകനായ കെ.ആർ. രവി അഭിപ്രായപ്പെട്ടു. അമൃതം ആയുർവേദ ആശുപത്രിയുമായി എനിക്ക് നിരവധി വർഷത്തെ അടുത്ത ബന്ധമുണ്ട്. ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനതിനെ നിരീക്ഷിക്കുമ്പോൾ ഇവിടുത്തെ ചികിത്സാ സംവിധാനം, രാവിലെ യോഗ, അത് കഴിഞ്ഞാൽ നീന്തൽ, അത് കഴിഞ്ഞാൽ സാധാരണ ആയുർവേദ ഔഷധ ചികിത്സ, പിഴിച്ചിൽ, നിരവധി രോഗികൾ ഇവിടെ കൊണ്ടുവരികയും അവർക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള സ്വപ്നം ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധ ഭക്ഷണം എന്നിവ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് അമൃതത്തിൽ ഉള്ളത് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. സാമൂഹ്യാരോഗ്യ പ്രവർത്തകനായ കെ.ആർ. രവിയും നാഷണൽ അവാർഡ് ജേതാവുമായ ബിജുമോൻ പന്തിരികുലവും തങ്കമ്മയെ അമൃതം ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. CCN പെരിന്തൽമണ്ണ. ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഫെബ്രുവരി 27 നടക്കും. പൂരത്തിന്റെ ഭാഗമായുള്ള 48 ദിവസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ടിന് ചൊവ്വാഴ്ച തുടക്കമായി. പൈങ്കുളം സജിക്കുറുപ്പിന്റെ നേതൃത്വത്തിലാണ് കളമ്പാട്ടിന് തുടക്കമായത്. ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഫെബ്രുവരി 27 നടക്കും. പൂരത്തിന്റെ ഭാഗമായുള്ള 48 ദിവസം നീണ്ടു നിൽക്കുന്ന കളമ്പാട്ടിന് ചൊവ്വാഴ്ച തുടക്കമായി. പൈങ്കുളം സജിക്കുറുപ്പിന്റെ നേതൃത്വത്തിലാണ് കളമ്പാട്ടിന് തുടക്കമായത്. ദിവസവും കളം വരച്ച് നന്ദുണി മീട്ടി ദേവിക്ക് സ്തുതി പാടും. ഫെബ്രുവരി 14 പാട്ടുതാലപ്പൊലിയോടെ കളമ്പാട്ട് സമാപിക്കും. ജനുവരി 31 തോൽപ്പാവക്കൂത്ത് തുടങ്ങും. 17 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്ത് അവസാനിക്കുന്ന ദിവസം പൂരം കൊടിയേറും. ഫെബ്രുവരി 25 പൂരത്താലപ്പൊലിയും 26 കുമ്മാട്ടിയും നടക്കും. 27 വള്ളുവനാട് കാത്തിരിക്കുന്ന പൂരം നടക്കുക. ശേഷം 28 പകൽപൂരത്തോടെ ഇത്തവണത്തെ ചിനക്കത്തൂർ പൂരം സമാപിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും ഇത്തവണ ചിനക്കത്തൂർ പൂരം നടത്തുകയെന്ന് എഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനുമുള്ള അപേക്ഷകൾ കാലതാമസം കൂടാതെ ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കും. പൂരം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറായി കെ. ഹരിദാസിനെയും ജോൺ കൺവീനറായി AR രാജേഷിനെയും തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്കിന്റെ സെന്റിനറി ബിൽഡിംഗ് ശിലാസ്ഥാപനം നടന്നു. കേരള നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒരു കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്രയാസകരമായ ചില സാഹചര്യങ്ങൾ, നടക്കുന്നതും നടക്കാത്തതുമായ നിബന്ധനകളിലൂടെ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ കഴിയാത്തവരുടെ മുൻകരുതുകയും മറുഭാഗത്ത് ന്യൂ ജനറേഷൻ ബാങ്കുകളായ ഒരു തരം പ്രത്യേക സ്ഥാപനങ്ങൾ സർവ്വവിധ പിന്തുണയും അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് രാജ്യത്തെല്ലാവരും പറയുകയാണ്. ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ പ്രത്യേകത അവർ സാങ്കേതിക വിദ്യ അല്പം കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ്. അഥവാ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സേവനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ്. ബാങ്കിന്റെ മുൻ ചെയർമാൻ P. വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബാങ്ക് ചെയർമാൻ C. ദിവാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ മാനേജർ V. മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാനായി സ്ഥാനമേറ്റ ബാങ്കിന്റെ ജീവനക്കാരൻ കൂടിയായ P. ഷാജിക്കും വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട A. നസീറയ്ക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ T. മുഹമ്മദ് അഷ്റഫ്, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V. ഗോവിന്ദൻകുട്ടി, E. രാജേഷ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ P. K. കുഞ്ഞിമോൻ നന്ദി പറഞ്ഞു. ബാങ്ക് 3 കോടി രൂപ നൽകി വാങ്ങിയ 26 സെന്റ് സ്ഥലത്താണ് 11.63 കോടി രൂപ ചിലവഴിച്ച് 22,000 ചതുരശ്ര അടിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ കോർപ്പറേറ്റ് ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.